ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 118 സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. തിരുവചനത്തിന്റെ പഠനമായി റോമ ലേഖന പുസ്തകമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് പ്രാരംഭമായിട്ട് ഒരു അനൗൺസ്മെന്റ് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ബൈബിൾ സെമിനാർ, ഒരു ഗ്രേസ് ഗോസ്പലിന്റെ ബൈബിൾ സെമിനാർ ക്രമീകരിച്ചിരിക്കുന്നു. ബൈബിൾ സെമിനാർ റൈറ്റ്ലി ഡിവൈഡഡ് എന്ന് പറഞ്ഞിട്ട് മെയ് മാസം 19, 20 തീയതികളിൽ മർത്തോമ റിട്രീറ്റ് സെന്റർ മാരാമൺ കോഴഞ്ചേരിയിൽ വെച്ച് 2 ദിവസത്തെ ഒരു റിട്രീറ്റ്, ഒരു സെമിനാർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ബോംബെയിൽ നിന്നും ബ്രദർ നദീഷ് ചെറിയാനും കോട്ടയത്ത് ഗേറ്റ് ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന ബ്രദർ എൽദോ വർഗീസും ഞാനും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് 2 ഹോൾ ഡേ പ്രോഗ്രാമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ വന്ന് സംബന്ധിക്കുവാനും തിരുവചനത്തെ വാസ്തവമായിട്ട് പഠിക്കുവാനും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുവാനും പാട്ടും പ്രാർത്ഥനയും ആരാധനയും തിരുവചന പഠനവും ഒക്കെ ആയിട്ട് 2 ദിവസത്തെ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഒരു ബൈബിൾ സെമിനാർ, ഒരു റിട്രീറ്റ് ആയിട്ട് ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നു. മെയ് 19, 20 ഇതൊരു തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണ്. വീക്ക് ഡേയ്സിൽ നമുക്കത് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. ഇപ്പോൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നത്, ആർക്കെങ്കിലും ലീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ദിവസം ഫ്രീ ആകാനായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരിക്കും. എന്നോട് ചോദിച്ചാൽ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളായിരിക്കും എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമൂല്യമായ സത്യങ്ങളാണ് നിങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പോകുന്നത്. നിങ്ങളുടെ സത്യപാതയിലേക്ക് നിങ്ങൾക്ക് തിരിയുവാനും ആ ദൈവത്തിന്റെ വചനവുമായിട്ട് നിൽക്കുവാൻ നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ക്ലിയർ ആക്കി തരികയും പഠിപ്പിക്കുകയും ചെയ്യുന്ന 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് കഴിവതും അതിനു വേണ്ടി നിങ്ങൾ ഫ്രീ ആകുവാനും അതിൽ സംബന്ധിക്കുവാനും വിനീതമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയിക്കാം. എന്നിരുന്നാലും ദിവസത്തിന് മാറ്റമില്ല. മെയ് 19, 20 കോഴഞ്ചേരിയിൽ വെച്ചാണ് മാരാമണ്ണെ മർത്തോമ ആ ഒരു ഫെസിലിറ്റീസിൽ വെച്ചാണ്, മർത്തോമ ചർച്ചിന്റെ ആ ഒരു ഫെസിലിറ്റീസിൽ വെച്ചാണ് ഈ റിട്രീറ്റ് നടക്കുന്നത്. അതിനായിട്ട് എല്ലാവരും വന്നു ചേരുവാൻ ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഏപ്രിൽ മാസം ആരംഭത്തിൽ പൂനെയിലും ഉത്തർപ്രദേശിലും ഒക്കെ ഇതുപോലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. റോമാലേഖന പുസ്തകത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. കഴിഞ്ഞ ദിവസം അതിന്റെ 16, 17 വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. മനുഷ്യന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പാപത്തിൽ നിന്നും അതിന്റെ നിത്യശിക്ഷാവിധിയിൽ നിന്നും അവനെ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ അഗാധമായ അനന്തമായ കൃപയുടെ പദ്ധതിയാണ് ഈ ലേഖനത്തിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്ന തത്വം മനസ്സിലാക്കി വിശ്വാസത്താലുള്ള നീതീകരണം വിളംബരം ചെയ്തുകൊണ്ട് ക്രൈസ്തവ സഭയിൽ ഒരു നവീകരണം സൃഷ്ടിക്കുവാൻ, ഒരു റിനൈസൻസ്, ഒരു നവീകരണം, ഒരു നവോത്ഥാനം സൃഷ്ടിക്കുവാൻ ദൈവം മാർട്ടിൻ ലൂതറിനെയും തുടർന്ന് ദ ഗ്രേറ്റ് അവേക്കനിങ് എന്നറിയപ്പെടുന്ന ആത്മീക ഉണർവിനായി ജോൺ വെസ്ലിയെയും ഒക്കെ ഉത്തേജിപ്പിച്ച ഗ്രന്ഥമാണ് ഈ റോമാലേഖനം എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 16, 17 വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് നിർത്തിയത്. 14-ാം വാക്യം മുതൽ അതിനെ ഒന്നുകൂടെ ടച്ച് ബേസ് ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്: യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. ഞാൻ അധികം മുഖവരകളൊന്നുമില്ലാതെ സ്ട്രെയിറ്റ് വിഷയത്തിലേക്ക് വരിക. ഇവിടെ പറയാണ് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കടക്കാരനാകുന്നതെന്ന് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു വലിയ നിധിയാണ്, അമൂല്യമായ നിധിയാണ് പോളിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു അനേകർക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു സത്യമാണ്. അന്നുവരെ ഈ ഉലകത്തിന്റെ മേലെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യർക്കും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു അമൂല്യമായ നിധി, ഒരു അമൂല്യമായ സത്യം ആണ് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവം, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നത്. അത് ലഭിക്കുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെയാണ്.
തന്നിലൂടെ അത് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്. തനിക്ക് ശേഷം താൻ സഭയിലാക്കി വെച്ചിരിക്കുന്ന അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും അത് വെളിപ്പെട്ട് കിട്ടുവാനായിട്ട് ഇടയായി. എന്നാൽ പ്രാരംഭമായിട്ട് പൗലോസ് അപ്പോസ്തലനിലൂടെയാണ് ഈ സത്യം വെളിപ്പെടുത്തുന്നത്. അത് താൻ ബർബരന്മാർക്കും യവനന്മാർക്കും ഒരുപോലെ കടക്കാരനായിരിക്കുന്നു എന്ന് പറയുക. അതിന്റെ പ്രധാന കാരണം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ പറയുന്നത് കണ്ടില്ലയോ? അവിടെ പറയുകയാണ്, ഞാൻ അത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യം എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ മലയാളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരിയും കാര്യങ്ങളെ വളരെ ലൈറ്റാക്കി കളഞ്ഞിരിക്കുക. ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒറിജിനൽ സത്യം വെളിപ്പെടാതിരിക്കാൻ സാത്താൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, എവിടെല്ലാം കൈവെക്കാൻ പറ്റുമോ അതിലൊക്കെ കൈവച്ചിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി ഈ വാക്യം. ആക്ച്വലി അവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഫോർ ഇഫ് ഐ ഡു ദിസ് തിങ് വില്ലിംഗ്ലി ഐ ഹാവ് എ റിവാർഡ്, ബട്ട് ഇഫ് അഗൈൻസ്റ്റ് മൈ വിൽ എ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗോസ്പൽ ഈസ് കമ്മിറ്റഡ് അൺ ടു മീ. ഒരു യുഗം മുഴുവനും രക്ഷിക്കപ്പെടാനുള്ള, ജനതയ്ക്ക് രക്ഷിക്കപ്പെടുവാനുള്ള ഗോസ്പൽ കമ്മിറ്റഡ് അൺ ടു മീ, എൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണെന്ന് ഇംഗ്ലീഷിൽ എത്ര സ്ട്രോങ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു വാക്യത്തിനെയാ മലയാളത്തിൽ അത്ര നിസ്സാരമായിട്ട് തർജ്ജമ ചെയ്തിരിക്കുന്നത് നോക്കി. അവിടെ പറഞ്ഞു വരുന്ന ഇതാണ്, എ ഡിസ്പെൻസേഷൻ. ആ ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ലൈൻ നോക്കി, അവിടെ പറയുകയാണ്, എ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗോസ്പൽ ഈസ് കമ്മിറ്റഡ് അൺ ടു മീ. ഒരു യുഗം ജനം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള ഗോസ്പൽ ഈസ് കമ്മിറ്റഡ് അൺ ടു മീ, എൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ഒരുപോലെ കടക്കാരനായിരിക്കുന്നു. മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ആ വലിയൊരു ഉത്തരവാദിത്വം, ഇന്ന് ആ ഉത്തരവാദിത്വമാണ് എന്നെ നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമോഷണലായിട്ട് പലപ്പോഴും ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാറുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉലകം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള ഒരു മഹാസുവിശേഷം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുക. അത് മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ഒരു വലിയ ആത്മീക ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഇവിടെ അതിന്റെ 14-ാം വാക്യം, അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 15-ാം വാക്യം, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. റോമയിലുള്ളവര് പ്രധാനമായിട്ട് അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോമ അന്ന് ലോകത്തിന്റെ ക്യാപിറ്റലാണ്. ഇന്ന് എന്താ അതിന് പറയാൻ പറ്റുന്നത്? ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് ലോകം മുഴുവൻ അടക്കി വാണുകൊണ്ടിരിക്കുന്ന റോമ സാമ്രാജ്യമാണ്. റോമൻ കൈസറാണ് ലോകത്തിന്റെ അധിപതി എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ വാണുകൊണ്ടിരിക്കുമ്പോൾ റോമിൽ നിന്നും ഈ വലിയ സുവിശേഷം അധികാരത്തോടെ ലോകം മുഴുവനും മുഴങ്ങി ചെല്ലണം. ആ ഒരു ആഗ്രഹത്തോടെ പോള് പറയുക, എനിക്ക് റോമിൽ വരണം, നിങ്ങളെ കാണണം, ഈ സുവിശേഷം അറിയിക്കണം. കാര്യം റോം എന്ന് പറയുന്നത് അന്ന് ലോകത്തിന്റെ ക്യാപിറ്റലാണ്. അവിടെ നിന്ന് ആധികാരികമായിട്ട് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇത് മുഴങ്ങിച്ചെല്ലണം. പൗലോസ് അപ്പോസ്തലനെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു വലിയ ഉത്തരവാദിത്വത്തിന്റെ ആ ഒരു സീരിയസ്നെസ് തനിക്കറിയാം. അതുകൊണ്ട് തന്നെ തന്നെ ഏൽപ്പിച്ചപ്പോൾ താൻ ജനിച്ചു വളർന്ന ഏതെങ്കിലും ദേശത്തെ ഒരു കുഗ്രാമത്തിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല താൻ ചെയ്തത്. അന്ന് ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികൾ മുഴുവനും കേന്ദ്രമാക്കി സുവിശേഷം അറിയിക്കുക. പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് ആരംഭിക്കുക, സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് ആരംഭിക്കുക. അടുത്തത് അന്ത്യോക്യയിലെ പിസിഡിയയിലെ അന്ത്യോക്യ, ടർക്കിയിൽ ഒരു പ്രധാന സ്ഥലമാണ് പിസിഡിയയിലെ അന്ത്യോക്യ എന്ന് പറയുന്നത്. അവിടെ നേരെ ചെന്നിട്ട് അവിടെ പ്രസംഗിച്ചു തുടങ്ങുക. ഗലാത്യ സ്ഥലങ്ങൾ മുഴുവനും പ്രസംഗിക്കുക. എഫെസോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമിന്റെ കീഴിലാണ് ലോകം മുഴുവനായിരിക്കുന്നത്, റോമിന്റെ അധീനതയില്ല. ഈസ്റ്റേൺ റോം അതിന്റെ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിൽ എഫെസോസ് ഫേമസ് ആണ്. അവിടെ എഫെസോസിൽ താൻ സുവിശേഷം അറിയിക്കുക, അതിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ബൈബിൾ സ്റ്റഡി നടത്തുക. അവിടെ നിന്ന് ത്രോവാസ്, അലക്സാണ്ട്രിയ ചക്രവർത്തി പണിത തന്റെ പേരിൽ പണി കഴിപ്പിച്ച വലിയ പട്ടണമാണ് ത്രോവാസ്. അവിടെ സുവിശേഷം അറിയിക്കുക. ഫിലിപ്പിയ, റോമക്കാർ കുടിയേറി പാർക്കുന്ന സ്ഥലം, അതെല്ലാം ഭയങ്കര ഫേമസ് സ്ഥലങ്ങളാണ്. തെസലോനിക്ക, അഥേന, കോരിന്ത്. അഥേന എന്ന് പറയുന്ന ലോകത്തിന്റെ ഇന്റലിജൻസ്, അതിന്റെ സിറ്റി ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്ന, അതുപോലെ എന്താ പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ അഥേന എന്ന് പറയുന്നത്. അതുപോലെ റോം, കൊരിന്ത് എന്ന് പറയുന്നത് ഈ ഗ്രീസിന്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് റോം. ഈ സ്ഥലങ്ങളെല്ലാം കേന്ദ്രമാക്കിയാണ് പോൾ അന്ന് ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേക ആയിരങ്ങളിലേക്ക് ഇത് എത്തിച്ചെല്ലണം, ആധികാരികമായിട്ട് ഇത് എത്തിച്ചെല്ലുവാനായിട്ട് ഇടയായി തീരണം. ഈ ഒരു ഉത്തരവാദിത്വം നമുക്കും ഉണ്ടായിരിക്കണം. നമ്മൾ ഈ മനസ്സിലാക്കിയ സംഗതികളുമായിട്ട് നമ്മളുടെ ആ സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുവാൻ ഇടയാകാതെ തിരുവനന്തപുരവും എറണാകുളവും കോട്ടയവും അതുപോലെ തന്നെ ബാംഗ്ലൂര്, മദ്രാസ്, ബോംബെ, ഡൽഹി, കൽക്കട്ട, ഈ സ്ഥലങ്ങളിലൊക്കെ ഈ സുവിശേഷം അറിയിക്കണം.
കർത്താവിന്റെ കൃപയാൽ കൽക്കട്ടയിൽ നമ്മുടെ പ്രവർത്തനം ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രധാന സ്ഥലങ്ങളിലെല്ലാം കേന്ദ്രമാക്കി, കാര്യം അത്ര ഒരു മഹനീയ സത്യവും സുവിശേഷവുമാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ ക്രൂശിലൂടെ വിശ്വസിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. അപ്പോൾ അത് ലോകത്തെ അറിയിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അതാ പറയുന്നത്, അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും ഈ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ എന്നാൽ ആവോളം ഒരുങ്ങിയിരിക്കുന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലയോ? 16-ാമത്തെ വാക്യം. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ അവിടെ നിന്ന് നിർത്തുക. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. എന്നാൽ അതിന്റെ ആദ്യത്തെ വാക്യം കണ്ടില്ലയോ? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയാൻ കാര്യം? എന്തിനാ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാര്യം? അവിടെ അങ്ങനെ പറയേണ്ടുന്ന യാതൊരു കാരണവുമില്ല. ഇന്ന് ക്രിസ്ത്യാനി പറയുന്ന സുവിശേഷമാണ് പോൾ അറിയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ക്രിസ്തണ്ടത്തിൽ, നാം ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സുവിശേഷമാണ് പോൾ അറിയിക്കുന്നതെങ്കിൽ അതിൽ ലജ്ജിക്കാൻ ഒരു കാരണവുമില്ല. എന്തിനാ പോൾ പറയുന്നത് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലെന്ന്? ഇന്ന് ലോകത്തിലെ ലാർജസ്റ്റ് റിലീജിയൻ ആണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന സുവിശേഷത്തിൽ എന്താണ് ലജ്ജിക്കാൻ? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിൽ എന്തിനാ ലജ്ജിക്കുന്നേ? ലജ്ജിക്കേണ്ട യാതൊരു ആവശ്യവും ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് വരെ ഉലകം കേട്ടിട്ടില്ലാത്ത ഒരു സുവിശേഷമാണ് പോൾ പറയുന്നത്. പോൾ പറയുന്നത് ക്രൂശിലൂടെ രക്ഷിക്കപ്പെടുന്ന ഒരു വലിയ സുവിശേഷമാണ്. അന്നത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കി നിന്ന് ചിരിക്കും, പൊട്ടൻ എന്ന് വിളിക്കും. പൊട്ടൻ, ഇയാൾ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിക്കും. കാര്യം അതുവരെ മനുഷ്യകുലത്തിന് കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ക്രൂശിലൂടെ നിവൃത്തിയായിരിക്കുന്ന പരമയാഗത്തിലെ വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകിപ്പോയിരിക്കുന്നു. നിങ്ങൾ ഇനി പാപിയല്ല, അതിലെ വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്നൊരു സുവിശേഷം പറഞ്ഞാൽ ജനം ആക്ഷേപിക്കും, ജനം കളിയാക്കും. ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ ഒരു ചാനൽ, ആ ചാനലിന്റെ പേരെനിക്കറിയത്തില്ല, എന്തോ INTUC STDWD എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു വലിയൊരു നീളത്തിലൊരു പേര് കണ്ടു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ആ ചാനലിൽ ഒരു അച്ചായൻ്റെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു, ഈ ഗേറ്റ് മിനിസ്റ്ററുടെ ഒരു പൊട്ടനാണ്. ഇത്രമാത്രം പ്രാവശ്യം ബൈബിളിൽ സ്നാനത്തെക്കുറിച്ച് എഴുതിയിട്ടും ഇദ്ദേഹത്തിന് ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇദ്ദേഹം എങ്ങനെയാണ് സ്നാനം ഇല്ല എന്ന് പറയുന്നത് എന്ന് ഇദ്ദേഹം എന്നെ കുറിച്ച് ചോദിക്കുന്നത് കേട്ടു. സ്നാനത്തെക്കുറിച്ചുള്ളൊരു വീഡിയോയുടെ ഖണ്ഡന പ്രസംഗമാണ് അവർ നടത്തുന്നത് എനിക്ക് മനസ്സിലായി. കാരണം പ്രസംഗം അവര് അത് ചെയ്യാൻ കാരണം അവർ വണ്ണസിന്റെ ആൾക്കാരാണ്, യേശുനാമക്കാര്. ട്രിനിറ്റി അല്ല, യേശുനാമമാണ് എന്ന്, യേശുവിന്റെ നാമത്തിലാണ് രക്ഷ, അല്ലെന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എടുക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലല്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിത്യ നരകാഗ്നിയിലേക്ക് പോകും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരുടെ ഇടയിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത് ഇവിടെ സ്നാനമേ ആവശ്യമില്ല എന്ന്. അവർ പിടിച്ചു നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. അവരുടെ ആകെപ്പാടെയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നരകത്തിൽ പോകുന്ന. എന്നാൽ നമ്മളിവിടെ പറയുന്നത് സ്നാനത്തിന്റെ ആവശ്യമില്ല. ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് ഈ സ്നാനത്തിലോ ഈ ക്രിയകളിലോ ഒന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവർക്ക് നിലനിൽപ്പില്ലാതെ പോയി. അവരാകെപ്പാടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു വിഷയം ഈ സ്നാനമാണ്. ഇന്ന് ഈ സ്നാനമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുന്നത്, ഈ നൂല് കട്ട് ചെയ്ത് വിട്ട പട്ടത്തിന്റെ പോലെ ആയിപ്പോയി. ഇത് എവിടെ ലോസ്റ്റ് ആയിപ്പോകും. പിന്നെ ഇതിന് എക്സിസ്റ്റൻസ് ഇല്ല, ഇതെങ്ങനെ നിലനിൽക്കാൻ പറ്റത്തില്ല ആ ഉപദേശം. അപ്പോൾ സ്നാനം ഇല്ല എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്കൊക്കെ നിക്കപ്പുറതിയില്ല, ഇരിക്കപ്പുറതിയില്ലാതെ വെളിയിൽ ഇറങ്ങിയിരിക്കുക. നമുക്കെതിരെ ഒത്തിരി അറ്റാക്കുകൾ ചെയ്യുന്നത് കാണാം. എനിക്ക് ഇവരുടെ ഒന്നും അറിവിനെയോ അവരുടെ ഒന്നും പ്രസ്ഥാനങ്ങളെയോ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് കാണുന്നില്ല. അവരൊന്നും അത്ര മോശക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊക്കെ നല്ല ആൾക്കാർ തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സത്യം എന്താണെന്ന് അറിയാതെ പോയി. അവർക്കൊക്കെ ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുക്കട്ടെ. ഈ സത്യം മനസ്സിലാക്കുവാൻ ദൈവം അവരുടെയൊക്കെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരാളെ അല്ലെങ്കിൽ ഒരു ഉപദേശം നമ്മൾ പറയുമ്പോൾ അതിനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് പോലും ഒന്ന് കേൾക്കാൻ താല്പര്യമില്ലാതാണ് ഇവരൊക്കെ അറ്റാക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്രൂസിലൂടെയുള്ള സുവിശേഷം നമ്മൾ അറിയിച്ചു കഴിയുമ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലോകം മുഴുവനും നമുക്കെതിരായിട്ട് തിരിയുവാനായിട്ട് ഇടയായിത്തീരും. പോൾ ഇവിടെ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല.
കാരണം ക്രൂശിലൂടെയുള്ള രക്ഷ അതിനുള്ള സാധ്യത ഒരു പൊതുജനത്തിന് മനസ്സിലാകത്തില്ല. അതുവരെ ഒരുത്തരും പ്രസംഗിച്ചിട്ടില്ല. ക്രൂശ് ലോകത്തിലേക്കും നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു വസ്തുവാണ്. പഴയ നിയമത്തിൽ ഒരു മനുഷ്യർക്കും ക്രൂശ് എന്താണെന്ന് അറിയത്തില്ല. റോമൻ ഭരണം ഇസ്രായേലിൽ നടക്കുന്നത് കൊണ്ടാണ് ആ ക്രൂശിന്റെ ശിക്ഷാവിധി തന്നെ ഇസ്രായേലിൽ വരുന്നത്. അതിനു മുൻപ് പഴയ നിയമത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അതിനു മുമ്പുള്ള കാലങ്ങളിലോ ഒന്നും അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസിൽ എങ്ങും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ക്രൂശിലൂടെ രക്ഷയെന്ന് പറയുമ്പോഴത്തേന് ജനത്തിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തില്ല. കാര്യം അവർ മനസ്സിലാക്കിയിരിക്കുന്ന മുഴുവൻ തോറ അവരുടെ കയ്യിലിരിക്കുക. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ, തോറ, ഇത്ര വലിയ വിശാലമായിട്ട് ഈ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന, അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിരിക്കുന്ന, പ്രവാചകന്മാർ മുഖാന്തരം അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ദൈവവചനവും ദൈവിക അരുളപ്പാടും അവരുടെ കയ്യിലിരിക്കുക. പോരായെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടാതെ എന്താ പറയുന്നത്, യാഗങ്ങളും പെരുന്നാളുകളും തിരുനാളുകളും വലിയ സിനഗോഗുകളും പൗരോഹിത്യ സമ്പ്രദായങ്ങളും ഒക്കെ അവരുടെ ഇടയിൽ ഇരിക്കുക. അതിലൂടെ ഈ യാഗങ്ങൾ പാപത്തിന് പരിഹാരമായിട്ട് യാഗം നിവർത്തിക്കുകയും ഒക്കെ ചെയ്ത് അവർ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയാണ് അന്ന് ലോകത്തിന് അറിയാവുന്നത്. ആ വഴിക്ക് പൗലോസ് അപ്പോസ്തലൻ വന്നിട്ട് ക്രൂശിലൂടെ എല്ലാ മനുഷ്യർക്കും രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനെ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, എനിക്ക് സുവിശേഷ നിമിത്ത സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പറയാൻ കാരണം. ഇന്നത്തെ അറിയിക്കുന്ന മാതിരി ഒരു സുവിശേഷമാണെന്നുണ്ടെങ്കിൽ അത് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ക്രൂശ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിടുവായനെന്ന് പറയും. അന്ത്യോക്യയിലെ പള്ളിയിൽ നിന്നും പൗലോസിനുണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധികൾ നമുക്ക് കാണാം. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണാം. അവിടെ പൗലോസ് അവരെ രക്ഷിക്കാനായിട്ട് അന്ത്യോക്യയിലെ സിനഗോഗിൽ പോയി അവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ പോളിനെ അവിടുന്ന് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തനിക്കെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഐക്കോനിയയിൽ തന്നെ ഉപദ്രവിച്ചു. ഇക്കോനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ഉപദ്രവിക്കുക, അവിടുന്ന് ഓടിപ്പോവുക. ലൂസ്ത്രയിൽ വെച്ച് തന്നെ കല്ലെറിഞ്ഞ് കൊല്ലുക, ഓൾമോസ്റ്റ് കൊന്ന് കളഞ്ഞിട്ട് പോയത്. ഇനി മേലാൽ ഈ സുവിശേഷം പ്രസംഗിക്കലെന്നുള്ള രീതിയിൽ. ഫിലിപ്പിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അടിച്ച് കാലാമത്തിലിട്ട് ജയിലിൽ തള്ളിയേക്കുക. ഈ സുവിശേഷം പറയുന്നതിന് എക്കാലത്തും എതിരുണ്ടായിക്കൊണ്ടേയിരിക്കും. തെസലോനിക്കയിലും ബെരോവയിലും ഒക്കെ താൻ അനുഭവിച്ച പ്രയാസം, രായിക്ക് രാമാനം കടൽ തീരത്തൂടെ ഓടി താന് അഥേനയിൽ എത്തിച്ചേരുക, ഏതൻസിൽ എത്തിച്ചേരുക, അവിടെ നിന്നും കൊരിന്തിലെത്തുക. കൊരിന്തിൽ വന്ന ഭാഗമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 1-ാമത്തെ കൊരിന്തി ലേഖനം 2-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ അത് കാണാം. ഞാൻ ഏറ്റവും ഭയത്തോടും വിറയലോടും കൂടെ കൊരിന്തിൽ എത്തിച്ചേരുകയാണ്. കാര്യം അതുപോലെ ഉപദ്രവങ്ങളാണ് വരുന്നത്. കൊരിന്തിൽ വന്നു കഴിഞ്ഞിട്ടും പോൾ എന്താ പറയുന്നത്? ഐ പ്രീച്ച് ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടവരരുത്. ഇത് മിടുക്കന്മാർക്കോ ഈ ലോകത്തിലുള്ള വലിയ പണ്ഡിതന്മാർക്കോ മനസ്സിലാകുന്ന കാര്യമല്ല. ഇന്ന് ലോകത്തിലെ ബുദ്ധിമാന്മാരെല്ലാം ഇതിനെതിരായിട്ട് തിരിയുന്നതിന്റെ കാര്യം ഇതാണ്. ഇന്ന് ഗേറ്റ് മിനിസ്ട്രിയെ പോലുള്ള ഒരാൾ ദൈവം ഈ ഒരു വലിയ വെളിപ്പാട് നമുക്ക് സത്യമാണെന്ന് മനസ്സിലാക്കി തന്നപ്പോൾ നമ്മൾ നെഞ്ചും നെറ്റിയും കാണിച്ച് ഈ സുവിശേഷത്തിന് വേണ്ടി ലോകത്തിന് മുമ്പിൽ നിലനിൽക്കുക, ഈ സുവിശേഷം പ്രസംഗിക്കുക. കർത്താവ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി എന്ന്. പക്ഷെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുക. ഈ ലോകം മുഴുവനും നമുക്കെതിരെ തിരിയും. കാര്യം അവർക്ക് ഇതിന്റെ സത്യം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. ഇതിനേക്കാളൊക്കെ വലിയ പിതൃ പാരമ്പര്യങ്ങളിലും സമ്പ്രദായങ്ങളിലും അകപ്പെട്ട് നിൽക്കുക. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സുവിശേഷം അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. അനേകരും മാറി മാറി നമ്മളെ ആക്ഷേപിക്കുന്നത്, എല്ലാ മീഡിയകളിൽ കൂടെ നമ്മളെ ആക്ഷേപിക്കുന്നത് കാണുവാനായിട്ട് ഇടയായി തീരും. ഇതേ സംഭവമായി ഇവിടെ നടക്കുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പോൾ പറയാൻ ഇതാണ് കാരണം. ഇന്ന് ക്രൂശ് പ്രശ്നം ഇത് പോളിന്റെ കാലത്തെ കാര്യമാണ്. എന്നാൽ ഈ കാലത്ത് ഇത്രയുമായി 2000 വർഷം കഴിഞ്ഞു, ഇന്നുകൂടെ ഈ ക്രൂശ് പ്രസംഗിക്കുമ്പോൾ എത്രമാത്രം അപമാനം, എത്രമാത്രം ആക്ഷേപം. പോൾ പറയുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് പറയാൻ കാരണം ഇതാണ്. ഈ സത്യമാണ് പോൾ ലോകത്തെ അറിയിക്കുന്നത്. ഈ 16-ാം വാക്യത്തിൽ കൂടെ പറയാ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. നിങ്ങൾ ശാന്തമായിട്ടൊന്ന് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പോൾ പറയുന്നത് എന്നുള്ളത്. അതേ ഉത്തരവാദിത്വമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനനും. ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാം. അവിടെ പറയുകയാണ്, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഫോർ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് അൻഡ് സാൽവേഷൻ ടു എവരിവൺ ദാറ്റ് ബിലീവ്. നമുക്ക്
ഈ ഒരു സത്യം മനസ്സിലാകുന്നവർക്ക് അത് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകുന്നു. ആദ്യം യഹൂദനും പിന്നെ യവനനും. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ആദ്യം യഹൂദനും പിന്നെ യവനനും, ഇത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ രക്ഷയ്ക്ക് കാരണമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ആദ്യം യഹൂദനും പിന്നെ യവനനും എന്ന് പറയാൻ കാരണം? കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറിജിനലി രക്ഷ അവരുടേതായിരുന്നു, അവരായിരുന്നു ദൈവജനം. എന്നാൽ നമുക്കത് സംഭവം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഇത് മനസ്സിലായിട്ടേ ഇല്ല. ഇങ്ങനെ ഇത്ര വലിയ ഒരു സത്യം, പകൽ വെളിച്ചം പോലെ ക്ലിയർ ആയിരിക്കുന്ന ഒരു സത്യം ക്രിസ്ത്യാനിക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്നെനിക്ക് പിടികിട്ടുന്നില്ല. ആദ്യം മുതലേ നമ്മളും എന്തോ ജാതികളും അതിലുണ്ടായിരുന്നു, നമ്മൾ ദൈവജനമായിരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കുള്ളത്. എങ്ങനെ ജനത്തിന്റെ കണ്ണ് ഇത്ര ഭയങ്കരമായിട്ട് കുരുടായി പോകും എന്നെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു തെളിവ് ഈ ബൈബിൾ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുമോ? പഴയ നിയമകാലത്തിൽ അബ്രഹാമിനെ വിളിച്ച കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ഈ വേലയ്ക്ക് ആക്കുന്നത് വരെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എവിഡൻസ് നമുക്ക് ബൈബിളിലോ തോറയിലോ അല്ലെന്നുണ്ടെങ്കിൽ തനാക്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ചരിത്ര പുസ്തകങ്ങളിലോ എവിടെങ്കിലും നമുക്ക് കാണുവാൻ കഴിയുമോ നമ്മൾ ജാതികളായിരുന്നു, നമുക്ക് ഈ വിളിയോട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു, ഈ വിളിയിൽ നമ്മളും യോഗ്യരായിരുന്നു എന്ന് നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കാണിക്കുവാൻ കഴിയുമോ? ഇത്ര പകൽ വെളിച്ചം പോലെ ക്ലിയർ ആയിരിക്കുന്ന ഒരു വിഷയത്തെ എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നറിയത്തില്ല. പഴയ നിയമത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളെയൊക്കെ നാം കയറി എടുത്തിട്ട് അത് നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നതും പഴയ നിയമകാലങ്ങളിൽ ദൈവം രക്ഷയ്ക്കായി പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ രക്ഷാ പദ്ധതികളായിട്ട് സ്വീകരിച്ചിരിക്കുക. ചില വാക്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിലൊന്ന് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ചില വാക്യങ്ങളൊന്ന് കാണിച്ച് നിങ്ങളെ ആ ഭാഗം ഒന്ന് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായം, മത്തായി 10 അതിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് കാണിക്കാം. ഇവിടെ കർത്താവ് 12 ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗം നമുക്കറിയാം. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവേൻ. വളരെ വ്യക്തമായിട്ട് പറയാം, കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഒരു ജാതിയുടെ അടുക്കൽ പോകാൻ ആരെയും അയച്ചിട്ടില്ല. 12 ശിഷ്യന്മാരെ സുവിശേഷം പറയാൻ അയക്കുമ്പോഴും വളരെ വ്യക്തമായിട്ട് കർത്താവ് ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്, നമ്മുടെ ദൈവമാണ്. കർത്താവ് ഈ മനുഷ്യനായിട്ട് ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും. ഇതൊന്നും നമ്മളോട് പറഞ്ഞിരുന്ന പദ്ധതിയല്ല. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. ഇവിടെ ഒരു ജാതിയനും ഈ പദ്ധതിയിൽ ഇല്ല. നമുക്കത് കയറി അവകാശം പറയാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ, വേറൊരു വാക്യം ഒന്ന് കാണിച്ചോട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, അവിടെ പറയുന്നില്ല, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധമോ എന്ന് പറയരുത്, ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഇത് കർത്താവ് ലോകത്തിൽ വന്ന് കർത്താവിന്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പെന്തക്കോസ് നാള് കഴിഞ്ഞു. അതിനുശേഷം ഇവര് ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കുക. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ യെരുശലേമിലും ആ പ്രാന്ത പ്രദേശങ്ങളിലും സുവിശേഷം അറിയിക്കുക. അതെല്ലാം കഴിഞ്ഞ് 2, 3, 4, 5, 6, 7, 8, 9, 10-ാമത്തെ അധ്യായമാണ്. 10-ാമത്തെ അധ്യായത്തിൽ അതിന്റെ നേതാവായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അവിടെ പറയാം, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായിട്ട് പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം. എന്തുകൊണ്ടാ പത്രോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത്? ജാതികളുടെ അടുക്കൽ പോയി സുവിശേഷം അറിയിക്കുന്നതിൽ എന്തിനാണ് നിഷിദ്ധം? നിങ്ങളെ ജാതികളെ മുഴുവൻ അറിയിക്കുവാനായിട്ട് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയല്ലേ. ഇതിലൊന്നും ഒരു ജാതിയനും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ 9-ാമത്തെ വാക്യം, 11-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം കണ്ടില്ലയോ? അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 11-ാം അധ്യായം 9-ാം വാക്യം. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന്, ദൈവം ശുദ്ധീകരിച്ചത് മലിനമെന്ന് വിചാരിക്കരുത്. 11-ാമത്തെ അധ്യായം. ആ ഒരു വാക്യം എൻ്റെ റെഫറൻസ് കറക്റ്റ് അല്ല. ഞാനവിടെ പറയാൻ ഉദ്ദേശിച്ചത്, അവര് എന്താ പറയുന്നത്, ചിതറി പോകുമ്പോൾ യഹൂദനോടല്ലാതെ വേറെ ആരോടും സുവിശേഷം അറിയിച്ചില്ല എന്ന് പറയുന്നൊരു ഭാഗമാണ്. റോമാലേഖനം തന്നെ നോക്കിയേ. റോമാലേഖനം തന്നെ 9-ാം അധ്യായം അതിന്റെ 4, 5 വാക്യങ്ങളൊക്കെ നോക്കി. അവിടെ പറയുന്നുണ്ടല്ലയോ, റോമാലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായം 4-ാം വാക്യം. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. എന്തിനാ ഇത് അവർക്കുള്ളതെന്ന് പറയുന്നത്? നമുക്കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്ന് പറഞ്ഞാൽ പോരായോ?
ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം യഹൂദൻ എന്ന് പറയാൻ കാര്യം യഹൂദനെ ആയിരുന്നു ദൈവം ഈ ഒരു രക്ഷാ പദ്ധതിയിലേക്ക് വിളിച്ചിരുന്നത്. അവർക്കുള്ള വിളിയും തിരഞ്ഞെടുപ്പുമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർ ഈ പദ്ധതിയിൽ നിന്ന് വീണുപോയി. ഒന്ന് രണ്ട് പഴയ നിയമത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങളിലൂടെ കാണിക്കാം. ഈ ഒരു കാര്യത്തിൽ ആരും നിങ്ങളെ ഇനി തെറ്റിക്കാൻ ഇടയാകല്ല. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അവിടെ കണ്ടില്ലയോ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഇസ്രായേലിനോട് പറയുക, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ല. ഇത് ജാതികൾ ആരും ഇതിലില്ല. ഇസ്രായേലിനെ കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുക. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് ദൈവം തനിക്ക് സ്വന്തം ജനമായിരിക്കാൻ യഹോവ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജാതിയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ഒരു ദൈവജനമായ യഹൂദൻ, അവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളും ഒക്കെ നമുക്ക് കയറി എടുക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് ആപ്ലിക്കബിൾ ആകത്തില്ല. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം. അവിടെ പറയുകയാണ്, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ. കണ്ടോ, എന്റെ ആദ്യജാതനാണെന്ന് പറയുക. And thou shalt say unto Pharaoh, thus saith the Lord, Israel is my son, even my firstborn. എന്റെ ആദ്യജാതനാണ്, എന്റെ പുത്രനാണ്. അത്രമാത്രം ദൈവം അവരെ ആദരിക്കുകയും അവരെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ജനമാണ്. എന്നാൽ അവര് തെറ്റിപ്പോയി, അവര് വീണുപോയി. അതുകൊണ്ട് ഈ ദൈവം ആരംഭിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായ പദ്ധതിയിലും അവൻ ആദ്യ സ്ഥാനം കൊടുത്തിരിക്കുക. അത് പൗലോസ് അപ്പോസ്തലൻ കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന അതിന്റെ 25, 26 വാക്യങ്ങളിൽ പറയുന്ന ദൈവിക പദ്ധതി. ഞാൻ ആ വാക്യം കൂടെ ഒന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. ദൈവവചനം തിരുവചനത്തിന്റെ പഠനമാണല്ലോ, അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും മനസ്സിലായി ഉറച്ചു പോകണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ ദൈവം ശുശ്രൂഷകനായിരിക്കുക. whereof I am made a minister according to the dispensation of God which is given to me for you to fulfill the word of God. ഇത് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് പോൾ പറയാം. അതെന്താ? അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇതൊരു സ്വർഗീയ മർമ്മമാണ്. പൂർവ്വകാലങ്ങൾക്ക് ഇത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒരുത്തർക്കും ഇത് അറിയത്തില്ല. തലമുറയായിട്ട് ഇവർക്കിത് അറിയത്തില്ല. മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്വർഗീയ പദ്ധതിയായത്. ഇത് വളരെ ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ആദ്യം യഹൂദനും പിന്നെ യവനനും. അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ഒരു ദൈവിക പദ്ധതിയിൽ നിന്ന് അവർ വീണുപോയി, അവർ കൈവിടപ്പെട്ടു പോയി. ഒരു സ്കെച്ച് കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ച് ഞാനൊന്ന് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് മാറാം. ഇത് കണ്ടില്ലേ, ഇവിടെ ക്രിസ്ത്യാനിറ്റി എവിടെ ആരംഭിച്ചു? എനിക്ക് മനസ്സിലാകാത്ത ഇത്രമാത്രം ഒരു മനുഷ്യന് എങ്ങനെ ഈ തെറ്റ് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടില്ലേ, കർത്താവിന്റെ ക്രൂശ് ഇവിടെ നടക്കുക. കർത്താവിന്റെ ക്രൂശാണ് ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു ടൈം ലൈനാ, മുൻപോട്ടും പിൻപോട്ടുള്ള ടൈം ലൈൻ ഞാനിങ്ങനെ വരച്ചിരിക്കുക. ഇവിടെ ഒന്നാമത്തെ ഇത് കണ്ടല്ലോ, ഈ ഒന്നാമത്തെ സ്റ്റാർ കാണുന്നത് മോശയാണ്. മോശസിനെ വിളിച്ചിരിക്കുക. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം, ഏകദേശം 1000 ചില്ലുവാനം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കർത്താവ് വരുന്നത്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നിരിക്കുക, രണ്ടാമത്തെ സ്റ്റാർ. അത് കഴിഞ്ഞിട്ട് ഇത് കർത്താവിന്റെ ബാപ്റ്റിസമാണ്. കർത്താവ് യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ സ്നാനമേൽക്കുന്ന ഭാഗമാണിത്. ഇത് കർത്താവിന്റെ ക്രൂശ്. അതിനുശേഷം പെന്തക്കോസ്ത് നടക്കുക. പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുകയും പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരിക. അതിനുശേഷം പൗലോസ് അപ്പോസ്തലനെ വിളിക്കുക. ഇനി ഇവിടെ റാപ്ചർ നടക്കും. ഇതാണ് ഇതിന്റെ ഒരു ടൈം ലൈൻ. ഞാൻ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കാണിക്കുക. കാര്യം പലപ്പോഴും നമ്മൾ ഒരു പിക്ചർ ഇല്ലാതെ വല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു അല്പം പാട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഇങ്ങനെ ഒന്ന് ടൈം ലൈൻ മാതിരി വരച്ചിട്ടത്. നിങ്ങൾക്ക് പറയാമോ എവിടെ ക്രിസ്ത്യാനിറ്റി ഇവിടെ ആരംഭിക്കുന്നതെന്ന്? ഇതിൽ എവിടെ വെച്ചാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? മോശയെ വിളിച്ചപ്പോഴാണോ? അതോ കർത്താവ് ലോകത്തിൽ, യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചപ്പോഴാണോ? അതോ കർത്താവ് ഇവിടെ സ്നാനം സ്വീകരിച്ച് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴ് സ്നാനം സ്വീകരിച്ചപ്പോഴാണോ? അതോ ക്രൂശിൽ വെച്ചാണോ? എവിടെ വെച്ചാ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത്? ഇതിനു മുമ്പ് ക്രിസ്ത്യാനിറ്റി ഇല്ല എന്നുള്ളത് പകൽ വെളിച്ചം പോലെ ക്ലിയറാണ്. പകൽ സൂര്യൻ ഇല്ല എന്ന് പറയുന്നത് പോലെ ക്ലിയർ ആണ് ഇതിനു മുമ്പ് ക്രിസ്ത്യാനിറ്റി ഇല്ല എന്നുള്ളത്. ഈ ക്രിസ്ത്യാനിറ്റി എവിടെ ആരംഭിച്ചതെന്നുള്ളതിന് ഒരു വ്യക്തത വേണം. ഒരു 1000 ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ ഈ കാര്യം 1000 ആൻസർ കിട്ടും.
ഒരുത്തർക്കും ഒരു ഉറപ്പില്ല ഇത് എന്താ എവിടെ നടന്നതെന്നുള്ളത്. എന്നാൽ ഈ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ നല്ല വ്യക്തത ഉണ്ടായിരിക്കണം. എവിടെ വെച്ചാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത്? ക്രൂസിൽ വെച്ചാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരെ കൈ പൊക്കിയാൽ ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് പറയാൻ പറ്റും. എവിടെ വെച്ചാണ് ഈ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത്? പെന്തക്കോസ് നാളിൽ. ഇന്ന് ക്രിസ്തീയ ലോകം വിശ്വസിച്ചിരിക്കുന്നത് പെന്തക്കോസ് നാളിൽ വെച്ചാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന്. എന്നാൽ അത് ഏറ്റവും വലിയൊരു ഒരു ദൈവദൂഷണമാണ്. പെന്തക്കോസ് നാളിൽ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് പറയുന്നത് ഒരു ദൈവദൂഷണമാണ്. ഒരു മനുഷ്യനെ, ഒരു ജാതിയനെ ആ ദേശത്ത് നിങ്ങൾക്ക് കാണാൻ കിട്ടത്തില്ല. ഞാൻ സാധാരണ പറയാറുള്ള മക്കയിലെ ഹജ്ജ് പെരുന്നാളിന് സിഖുകാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെ പോയി എന്ന് പറയുന്നതിന് തുല്യമാണ് പെന്തക്കോസ് പെരുന്നാളിൽ ജാതികളായുള്ളവർ യെരുശലേമിൽ വന്നു എന്ന് പറഞ്ഞാൽ. ഉലകം മുഴുവനുള്ള യഹൂദനും യഹൂദ മതാനുസാരികളും പെന്തക്കോസ് പെരുന്നാൾ ആചരിക്കാനായിട്ട് യെരുശലേമിൽ എത്തിയിരിക്കുന്ന ദിവസമാണ്. മണ്ണ് നുള്ളിയിട്ട താഴത്തിൽ അതുപോലെ ജനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിയിരിക്കുക. അവിടെ വന്നിരിക്കുന്ന മുഴുവൻ ജാതികളാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ തലയിൽ ആൾതാമസം ഇല്ലാത്തവർക്ക് അതൊക്കെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യനെ, ഒരു ജാതിയനെ പെന്തക്കോസ്ത് പെരുന്നാളിൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഒരു നല്ല സമ്മാനം, ചെറിയ സമ്മാനമല്ല, ഒരു വലിയ സമ്മാനം ഞാൻ അയച്ചു തരാം. പെന്തക്കോസ്ത് നാളിലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചതെന്ന് പറയാൻ എന്ത് ധൈര്യത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. യഹൂദന്റെ പദ്ധതി അത്. യഹൂദന്റെ പിതാക്കന്മാർ മുതലേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തി അവിടെ യോവേൽ പ്രവാചകനും യെശയ്യാ പ്രവാചകനും ഹോശയ്യാ പ്രവാചകനും ഒക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ നിവർത്തി അവിടെ നിവർത്തീകരിക്കുക. അവരുടെ ഇടയിൽ ആ യഹൂദന്മാർ വന്നു കൂടിയിരിക്കുന്നത് യഹൂദ മതാനുസാരികളും അവിടെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചു എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവിടാണ് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുന്നത്. ഇതിൽ എവിടാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന് നിങ്ങൾ ഒരു 100 പേരോട് ചോദിച്ചാൽ, ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ 100 ആൻസർ കിട്ടും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ചിലർ പറയും കർത്താവ് ജനിച്ചപ്പോഴാണ്, ചിലർ പറയും കർത്താവ് മരിച്ചപ്പോഴാണ്, ചിലർ പറയുന്നത് പെന്തക്കോസ്ത് നാളിലാണ്, ഈ പോളിനെ വിളിച്ചപ്പോഴാണെന്ന് ഓരോരുത്തരും പറയത്തില്ല, നമ്മളല്ലാതെ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സത്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിക്കാൻ കാര്യം ഈ ക്രിസ്ത്യാനിറ്റി ആരംഭിക്കാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് ഒരു ക്രിസ്തീയ വിശ്വാസവും ആരംഭിച്ചിട്ടില്ല. അവിടെ ഒരു ക്രിസ്ത്യാനിയും ഇല്ല. നിങ്ങൾക്ക് ഞാനൊരു നല്ല സമ്മാനം അയച്ചു തരാം. ആർക്കെങ്കിലും അതിനു മുമ്പ് ഒരു ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെന്നൊന്ന് തെളിയിച്ചു തരാമെന്നുണ്ടെങ്കിൽ, ഒന്ന് വചനത്തിൽ നിന്ന് കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ, ഒരു ക്രിസ്ത്യാനിയെ മരുന്നിനെടുക്കാൻ അവിടെ കിട്ടത്തില്ല. ഒരു ജാതിയനെ ആ വിശ്വാസത്തിൽ കിട്ടത്തില്ല. ജാതീയരുണ്ട്, ഇടയ്ക്ക് മുട്ടിനൊക്കെ ചില ജാതീയർ സത്യദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ള ജാതീയരുണ്ട്. അവർ യഹൂദ മതാനുസാരികളായിട്ട് അവരോട് ചേരും. കൊർന്നല്യോസ് മാതിരിയുള്ള ആൾക്കാർ യഹൂദ മതാനുസാരികളായിട്ട് മാറുകയാണ്. അവര് പരിച്ഛേദനയേറ്റ 10 കൽപ്പന സ്വീകരിച്ച് അവരുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ ഉണ്ട്, അതൊക്കെ സ്വീകരിച്ച് ആ സ്വർഗരാജ്യത്തിന്റെ വിശ്വാസത്തിലേക്ക് അവർ ചേരുക. അതാണ് യഹൂദ മതാനുസാരികൾ അല്ലെങ്കിൽ ജൂവിഷ് പ്രോസലൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ക്രിസ്ത്യാനിറ്റി അല്ല, അത് യഹൂദന്റെ വിശ്വാസത്തിലേക്ക് അവർ ചേരുന്നത്. ഇവിടെ ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കുന്നത് കർത്താവ് ലോകത്തിൽ വന്നപ്പോഴല്ല. കാര്യം കർത്താവ് വന്നത് ക്രിസ്തീയ വിശ്വാസം ആരംഭിക്കാനല്ല. യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? യഹൂദിയ രാജ്യത്തിന് വേണ്ടി കർത്താവ് അവരുടെ ഇടയിലാണ് സുവിശേഷിക്കുന്നത്. കാണാതെ പോയ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്കല്ല അതിനെ അയച്ചിട്ടില്ല. അവർക്ക് തന്നെ പ്രകടമാക്കുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകന്റെ കൈക്കഴിയിൽ സ്നാനമേൽക്കിയ കർത്താവ് രക്ഷകനായി അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത്. കർത്താവ് കാൽവറിയിൽ മരിക്കുമ്പോൾ ആക്ച്വലി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. ആ ക്രൂശ് എന്തിന് നടന്നു എന്ന് പക്ഷെ അവർക്ക് അറിയത്തില്ല. ആ ക്രൂശിന്റെ പിറ്റേ ദിവസം മുതൽ ഒരു മനുഷ്യർക്കും അറിയത്തില്ല ക്രൂശിൽ എന്താ നടന്നതെന്ന്. അതുകൊണ്ടാണ് അവർ പഴയ വലയും വള്ളവും ഒക്കെ എടുത്തുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്നത്. ആ ക്രൂശിന്റെ മഹത്വം എന്താ നടന്നതെന്ന് അറിയാത്തത് കൊണ്ടാണ് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. 1 വർഷം കൂടെ നിൽക്കട്ടെ, അതിന് വളവും വെള്ളവും ഒക്കെ ഒഴിച്ച് അത് പോഷിപ്പിക്കുമെന്ന് നോക്കുക. അതിൽ ഫലം കായ്ക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ തോട്ടക്കാരനോട് അത് വെട്ടിക്കളയാൻ പറയുക. അങ്ങനെ ഇസ്രായേലിനെ വെട്ടിക്കളയുക. അല്ലെന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു രക്ഷാ പദ്ധതി അവിടെ ദൈവം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം അന്ന് വരെ സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ആ സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തുവാനായിട്ട് പൗലോസ് അപ്പോസ്തലനെ വിളിക്കുക. അവിടാണ് ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് ക്രിസ്ത്യനത്തിന് അത് അറിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രൂശ് നമ്മൾ അറിയരുത്, ആ ക്രൂശിന്റെ മഹത്വം നമ്മൾ അറിയരുത്. അതുകൊണ്ട് തന്നെ സാത്താൻ തത്തുല്യമായ വേറെ സംഗതികൾ, വാലിഡ് ആയിട്ടുള്ള, യേശു ക്രിസ്തു തന്നെ ലോകത്തിൽ വന്ന് ചെയ്തിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ തന്ന് നമ്മളെ തൃപ്തരാക്കിയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ആർക്കും യാതൊരു സംശയവുമില്ല.
യേശു ക്രിസ്തു ജനിച്ചപ്പോഴത്തെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലെ സുവിശേഷമാണ് ഞങ്ങൾ പറയുന്നതെന്നാണ് അവർ പറയുന്നത്. അത് വാലിഡ് ആണ്, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് ആപ്ലിക്കബിൾ അല്ല. അവരുടെ രക്ഷ ആരംഭിക്കുന്നത് പൗലോസിനെ വിളിച്ച് ആ പൗലോസിൽ കൂടി ഒരു കൃപാ കാലഘട്ടം ദൈവം ആരംഭിച്ചതിന് ശേഷമാണ്. എന്താ പറയുന്നത്, ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. അത് സ്വർഗത്തിൽ മറഞ്ഞിരുന്നതാണ്. അതാ ഞാൻ ഒരു അല്പം മുമ്പ് വായിച്ച് കേൾപ്പിച്ച വാക്യം കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇവിടെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാൻ വിഷയത്തിൽ നിന്ന് അധികം ഡിവേറ്റ് ചെയ്തു പോകുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ആ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ. ആദ്യം യഹൂദനും എന്ന് പറയാൻ കാര്യം, അവർക്ക് ഇന്നും ആ ഓപ്ഷൻ ഉണ്ട്. അവർക്ക് രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ക്രൂശിലൂടെ അവർക്ക് രക്ഷിക്കപ്പെടാം. ഇന്ന് അവരുടെ പ്രമാണത്തിലോ 10 കൽപ്പനയിലോ അവരുടെ യാഗത്തിലോ അവരുടെ എന്ത് തന്നെ ആയിരുന്നാലും ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അതെല്ലാം വേസ്റ്റ് ആണ്. ഇന്ന് അവരെന്ത് ചെയ്താലും അതിലൊരു രക്ഷയുമില്ല. ഇന്ന് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളത്, കർത്താവിന്റെ ക്രൂശ. ഇതിലേക്ക് വരാൻ ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. ആരെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് രക്ഷിക്കപ്പെടാനുള്ള ഓപ്ഷൻ ദൈവം ഇതിൽ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിലേക്ക് അവർക്ക് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് രക്ഷയാകുന്നു എന്ന് പറയുക. 17-ാമത്തെ വാക്യം അതിൽ പറയാണ്, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ ഒരു വലിയ സത്യമാണ് പൗലോസ് അപ്പോസ്തലനോട് ഈ വെളിപ്പെടുത്തുന്നത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്ന ഈ ഒരു വാക്യം ഇവിടെ റോമാലേഖനം 1:17 പറയുന്ന ഇതേ വാക്യം തന്നെ ബൈബിളിൽ 3 അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഗലാത്യ ലേഖനം 3:11 എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിലും ഒക്കെ ഇത് തന്നെ പറയുന്നുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ പറയാൻ കാരണം ഹബക്കൂക്ക് പ്രവാചകനിൽ കൂടി ദൈവം അറിയിച്ച ഒരു ആത്മീക സന്ദേശമാണ്. ഹബക്കൂക്ക് 2:4 പറയുന്ന വാക്യമാണ് നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും, വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ഈ വാക്യം. കൃപയാലുള്ള രക്ഷയുടെ പ്ലാനിന്റെയും സംക്ഷിപ്ത രൂപമാ ഈ വാക്യത്തിൽ കൂടെ, ഈ റോമാലേഖനത്തിൽ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം. ഇത് റോമാലേഖനത്തിന്റെ ആപ്തവാക്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കീ വേഴ്സസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കൃപയാലുള്ള രക്ഷയുടെ സകല പ്ലാനുകളുടെയും സംക്ഷിപ്ത രൂപമാ ഈ പറഞ്ഞിരിക്കുന്ന എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള ഈ ഒരു വാക്യം. ഇവിടെ നീതീകരണം എന്ന് പറയുന്നത് ദൈവിക നീതിയ, റൈച്ചസ്നെസ് ഓഫ് ഗോഡ്, ഒരു നിയമ കോടതിയുടെ വിധിയ, ഒരു കോടതി ഭാഷയാ ഈ നീതീകരണം എന്നൊക്കെ പറയുന്നത്. ഇവിടെ പറയുന്ന ദൈവനീതിയുടെ അടിസ്ഥാനം മനുഷ്യന്റെ പ്രവൃത്തിയല്ല, അത് കർത്താവിന്റെ കരുണയാണ്. ന്യായപ്രമാണ യുഗത്തിൽ മനുഷ്യനിൽ നിന്നും ദൈവനീതി ആവശ്യപ്പെട്ടതെല്ലാം കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ തന്റെ പരമയാഗത്താൽ സമ്പൂർണമായി പൂർത്തീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ദൈവ കോടതി പാപിയെ നീതീകരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അതിന്റെ ആ ഒരു പരിപൂർണ രൂപം കാൽവറിയിലൂടെ നിവർത്തിയാക്കിയിരിക്കുക. അതിന്റെ ബേസിസിലാണ് ഇന്ന് ദൈവം ഒരു പാപിയെ കാണുന്നത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. അങ്ങനെ കാൽവറി ക്രൂശിലൂടെ ഒരു ദൈവനീതി ആവശ്യപ്പെട്ടതെല്ലാം തന്നെ ആ കാൽവറി ക്രൂശിലൂടെ ആ ഒരു പരമയാഗത്തിൽ കൂടി സമ്പൂർണമായി പൂർത്തീകരിച്ചിരിക്കുക. അതിന്റെ ബേസിസിൽ, അതിലെ വിശ്വാസത്താലാണ് ഇന്ന് ഒരുവൻ പാപിയാണോ അവൻ നീതീകരിക്കപ്പെടുന്നത്. ആ വിശ്വാസത്താലാണ് ഇന്നൊരുവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. അതിനൊരു പ്രവൃത്തിയും ആവശ്യമില്ല, ഒരു പ്രവൃത്തികളും അതിന് കാരണമല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. എന്നിരുന്നാലും ഒന്നുകൂടെ പ്രൊജക്ട് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങാം. അതിന്റെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം അവിടെ പറയുകയാണ്, കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ പറയുന്നത് നിഗളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പ്രശംസിക്കാതിരിക്കാൻ, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നിങ്ങളുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് അത് നേടി എന്ന് പറയാതിരിക്കാൻ
ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, പക്ഷെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, നിങ്ങളുടെ ആഴമായ വിശ്വാസം മൂലം. എന്തിലെ? കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി കാൽവറിയിൽ പരമയാഗമായി, ആ യാഗത്തിലൂടെ എൻ്റെ പാപം കഴുകിപ്പോയി. അത് എന്നേക്കും ഉള്ള ഒരു നീതീകരണം അതിലൂടെ വരുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ ആ നീതി എന്നിലേക്ക് പകരപ്പെടുന്നു. ആ ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, ആ നീതിയായി കണക്കിടപ്പെടുന്നു. അതാണ് ഇവിടുത്തെ രക്ഷാമാർഗം. കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല. ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഒരു വാക്യം കൂടെ അതൊന്ന് കാണിച്ച് ഉറപ്പിച്ചിട്ട് ഞാൻ പോവാം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. അവിടെ പറയുകയാണ്, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ഇവിടെ കൃപയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 10-20 കൂട്ടം പ്രവർത്തികളൂടെ ചെയ്യണമെന്ന് പറയുകയല്ല. എത്ര കൃത്യമായി വാക്കുകൾ നോക്കിയേ, ഈ വാക്യങ്ങൾ നോക്കിയേ. ആരും പ്രശംസിക്കാതിരിപ്പാൻ ഒരു പ്രവൃത്തിയും ഇവിടെ ആവശ്യമില്ല നിങ്ങൾ രക്ഷിക്കപ്പെടാനായിട്ട്. ആൻഡ് ഇഫ് ബൈ ഗ്രേസ്, ഇംഗ്ലീഷിൽ അതിനെ എത്ര കൃത്യമായിട്ട് അതിനെ വിവരിച്ചിരിക്കുന്നത് നോക്കിയേ. അതിന് മലയാളത്തിൽ ഒരു വാക്കിലങ്ങ് തീർത്തേക്കുക. പക്ഷെ അത് എത്ര കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്. ഇംഗ്ലീഷ് വായിച്ചാൽ അറിയാം. അത് കണ്ടില്ലയോ? ആൻഡ് ഇഫ് ബൈ ഗ്രേസ് then is it no more of works, otherwise grace is no more grace, but if it of works then it is no more grace, otherwise work is no more work. ഇത്ര കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് മലയാളത്തിൽ കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അതിനെ എംഫസൈസ് ചെയ്തിട്ടേ ഇല്ല ആ വാക്യത്തെ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എവിടെയൊക്കെ കുരുങ്ങാമോ അവിടെയൊക്കെ കുരുങ്ങി നിൽക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ മലയാളം വേർഷൻ ബൈബിളിൽ കാണുവാനായിട്ട് കഴിയും. എവിടെല്ലാം സാത്താൻ കൈവെക്കാമോ? നിങ്ങൾ വിചാരിക്കല്ലേ സാത്താൻ ബൈബിളിൽ കൈവച്ചിട്ടില്ല എന്ന് വിചാരിക്കല്ലേ. എവിടെയൊക്കെ കൈവെക്കാമോ അവിടെ എല്ലാം സാത്താന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകം മുഴുവൻ, ഇന്ന് നമുക്ക് സത്യം എവിടെ വെച്ചാണ് ശരിക്കും പുതിയ നിയമം അല്ലെന്നുണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ ആരംഭിക്കേണ്ടത് എവിടെ നിന്നായിരുന്നു? അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ പോളിനെ വിളിക്കുമ്പോൾ മുതൽ അതിനുശേഷമാണ് ശരിക്കും പുതിയ നിയമ വിശ്വാസം ആരംഭിക്കേണ്ടുന്നത്. റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയാണ് ദൈവം സഭാലേഖനമെന്നും ഇടയ ലേഖനമെന്നും പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവിക അരുളപ്പാടുകൾ. അതിന്റെ അർത്ഥം ഇതിന് മുൻപും പിൻപുമുള്ള വാക്യങ്ങളോ പുസ്തകങ്ങളോ ഒന്നും വാലിഡ് അല്ലെന്നല്ല. എല്ലാം ദൈവശ്വാസീയമാണ്. ഒരു വചനമോ ഒരു വള്ളിയോ പുള്ളിയോ ഇതിനകത്തിൽ നിന്ന് കളയാനുള്ളതല്ല. ഇതിന് ഇമ്പോർട്ടൻസ് കുറവുമില്ല. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന പുസ്തകം മാത്രം ആണ്, നമ്മുടെ രക്ഷാ പദ്ധതികൾ അറിയിച്ചിരിക്കുന്ന പുസ്തകമാണ് ഈ റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടിയാണ് ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത്. അതിന് മുൻപുണ്ടായിരുന്നതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് തന്നിരിക്കുന്ന, ഇതിന് ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്. നാം ഇവിടെ നിന്നും റാപ്ചറിൽ ചേർക്കപ്പെട്ടതിന് ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാലത്തേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെ അന്ന് വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ഉപദേശങ്ങളൊക്കെ എടുത്ത് ഇന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് തെറ്റിൽ അകപ്പെട്ടു പോകും. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. സത്യവചനം എവിടാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇന്ന് കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അറിയാമെങ്കിലും പിന്നെയും ഈ കുരുങ്ങിപ്പോകുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം സാത്താന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഗേറ്റ് മിനിസ്ട്രിയെ ജയിക്കാൻ വേണ്ടിയിട്ടോ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ നിങ്ങൾ ഇത് നോക്കണ്ട. ആത്മാർത്ഥമായിട്ട് ബൈബിൾ ഒന്ന് പഠിച്ചു നോക്കിയാൽ, ദൈവസന്നിധിയിൽ ഇരുന്ന് അതിനൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇത് മനസ്സിലാകും. അനേകം ആയിരങ്ങൾക്ക് 10,000-ങ്ങൾക്ക് ഇത് മനസ്സിലായിരിക്കുന്നു. അമേരിക്കയിലൊക്കെ ഞാൻ തന്നെ 250-300 ചർച്ചുകൾക്ക് മേലെ ഞാൻ തന്നെ എണ്ണിയിട്ടുണ്ട്. അനേകം ആയിരങ്ങൾ കൂടുന്ന ചർച്ചകളാണ് ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സത്യമറിയാതെ പണ്ടത്തേതും പഴയതും പിതൃസമ്പ്രദായങ്ങളും ഒക്കെ ആയിട്ട് നിന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകും. സത്യം അറിയാതിരിക്കാൻ നിങ്ങളെ ആർ തടുത്തു എന്ന് ചോദിക്കുന്നത് പോലെ ഈ സത്യസുവിശേഷത്തെ മനസ്സിലാക്കുവാൻ വീണ്ടും വീണ്ടും വിനീതമായിട്ട് ഞങ്ങൾ ഓർപ്പിക്കുക. ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? രക്ഷവിശ്വാസത്താലാണ്. ഇതെല്ലാം അവരും ഏറ്റെടുത്തിട്ടുണ്ട്. രക്ഷവിശ്വാസത്തിലാണ്. ബട്ട് ഒരു വലിയ ബട്ട് അവിടെ നിൽക്കുക. ലോട്ട് ഓഫ് ഈഫ്സ് ആൻഡ് ബട്ട്സ്. ഒരു വലിയ പക്ഷേ അവിടെ നിൽക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്താൽ രക്ഷ ലഭിക്കുമെങ്കിലും അത് പൂർണ്ണമാകുന്നില്ല. രക്ഷ ഒരു പ്രോസസ്സാണെന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? ഇന്ന് ക്രിസ്ത്യാനി പഠിപ്പിക്കുന്നത് രക്ഷ ഒരു പ്രോസസ്സാണെന്ന്. അതിൻ്റെ ആദ്യത്തെ പടിയാണ് വിശ്വാസം.
വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുക അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് തീർന്നില്ല. അന്ന് രാത്രിയിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതൊരു പ്രോസസ്സ്. ആ പ്രോസസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. മാനസാന്തരം, പിന്നെ ജലസ്നാനം, പിന്നെ നീതി പ്രവർത്തികൾ, വേർപാട്, കാത്തിരിപ്പ്, ഉപവാസം, 10 കൽപ്പന, പ്രമാണം, യു ജസ്റ്റ് നെയിം ഇറ്റ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ വിശ്വാസം കൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് കയറുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് രക്ഷ ലഭിക്കുന്നില്ല എന്നാ പറയുന്നത്. ഈ മാർഗത്തിൽ കൂടെ ഈ വിശ്വാസത്താലല്ലാതെ ബാക്കിയുള്ള നമ്മുടെ പ്രവർത്തികളാലാണ് നമുക്ക് രക്ഷയെന്നുണ്ടെങ്കിൽ ഈ മാർഗത്തിൽ കൂടി രക്ഷിക്കപ്പെടാൻ പാകത്തിന് ഒരു വ്യക്തിയെ ഉലകത്തിൽ നിങ്ങൾക്ക് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു മനുഷ്യനെങ്കിലും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പാകത്തിന് വിശുദ്ധനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാൻ പറ്റുമോ? എന്നെ കാണിക്കണ്ട, നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്കൂ. ഒരു മനുഷ്യനെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ നോട്ടത്തിൽ വെള്ള ഷർട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെ നടക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ വീട്ടിലൊന്ന് പോയി നോക്കണം. പുള്ളിയുടെ വൈഫിനോടോ പിള്ളേരോടോ ഒന്ന് ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ ഒരു 4 ദിവസം നിങ്ങൾ പുള്ളിയുടെ കൂടെ ഒന്ന് നിന്ന് നോക്കണം. അപ്പോൾ അറിയാം നിങ്ങൾ വിചാരിച്ചിരുന്ന മുഴുവൻ തെറ്റായിരുന്നു എന്നുള്ളത്. ഒരു മനുഷ്യനെ ഒരു ദിവസം പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. ഈ ഒരു നീതി പ്രവർത്തികളിലോ നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലോ നിങ്ങൾ ഈ ജീവിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് നേടുന്നതിൽ കൂടെ അല്ല നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെമി പെലേജിനിസം എന്ന് പറയുന്ന ഒരു ദുരുപദേശമാണ് ആ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് അവരറിയാതെ അത് അവരുടെ ആ വിശ്വാസത്തിൽ ക്രീപ്പിൻഡായിരിക്കുക. സെമി പെലേജിനിസം എന്ന് പറയുന്നത് രക്ഷ വിശ്വാസത്താലാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നല്ല പ്രവർത്തികൾ വേണം. നീതി പ്രവർത്തികളിൽ കൂടിയാണ് അത് നിലനിർത്തി പോകുന്നത്. ഏതെങ്കിലും ഒരു ദിവസം നീതി പ്രവർത്തികൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീണു പോകും. രക്ഷിക്കപ്പെടുന്ന ആദ്യ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ വിശ്വാസം. ബാക്കിയെല്ലാം പിന്നെ നീതി പ്രവർത്തികളിൽ കൂടിയാണ്. ഇതാ പെലേജിയൻ പഠിപ്പിച്ച സെമി പെലേജിയനിസം എന്ന് പറയുന്ന ഹെരസിയാണത്. അതിന്ന് സംഭവം വളരെ നൈസായിട്ട് ക്രിസന്റത്തിൽ കയറിയിരിക്കുക. എസ്പെഷ്യലി വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന ഈ ഇപ്പോഴത്തെ ആ ഒരു ലേറ്റസ്റ്റ് കൂട്ടങ്ങൾ അവരൊക്കെ വിശ്വസിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. വിശ്വാസത്താൽ ആദ്യത്തെ പടിയിലേക്ക് കയറുന്നു. പിന്നെ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ കൂടെ നമ്മുടെ പ്രവർത്തികളിൽ കൂടി മാത്രമാണ് ആ രക്ഷ നിലനിർത്തി പോകുന്നത് എന്നുള്ളത്. ഇതെല്ലാം ദൈവവചനത്തിന് എതിര്, ദൈവദൂഷണമാണ്. കർത്താവ് ഒരിക്കലായി നമുക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്ന ആ രക്ഷണ പ്രവൃത്തി നമ്മെ എൻഡ് ടു എൻഡ് അറിയാം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നിന്നെ കണ്ടിരുന്നവനാ നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ആ ക്രൂശിന്റെ മഹത്വം അതാണ്. ആ കാൽവറിയിലൂടെ നിവൃത്തിയായിരിക്കുന്ന ആ രക്ഷണ്യ പ്രവൃത്തി, ഒരിക്കലായി നിവൃത്തിയായിരിക്കുന്ന ആ വീണ്ടെടുപ്പിൻ പദ്ധതിയുടെ മഹത്വമാണ്. അതിലെ ആഴമായ സമർപ്പണത്തിലും വിശ്വാസത്തിലും കർത്താവിന്റെ ആ ഒരു നീതി നമ്മുടെ നീതിയായി കണക്കിടപ്പെടുകയാണ്. അതിലൂടെ നാം രക്ഷിക്കപ്പെടുക. ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ കൂടി പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് രക്ഷ നമുക്ക് ലഭിക്കുമാകുന്ന നമ്മൾ റോമാലേഖനത്തിന്റെ പഠനത്തിലാണെങ്കിലും ഈ കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് ഉറപ്പായി പോകണമല്ലോ. ഇവിടെ ഞാനൊരു വാക്യം കൂടെ ഒന്ന് കാണിച്ചോട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഒന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ? അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന്റെ ABCD ആയി പറയുന്നത്. നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെടുന്നതെന്നുള്ളതിന്റെ അടിത്തറയാണ്, അടിസ്ഥാനമായത്. അവനിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം. അതെന്ത് സുവിശേഷമാണ്? അതാണ് കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി ആ കുഞ്ഞാട് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് അറുക്കപ്പെട്ടു എന്നുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് കേട്ടാൽ മാത്രം പോരാ, അതിൽ ആഴമായി വിശ്വസിക്കണം, സമർപ്പിക്കണം. ഇൻ ഹൂം യു ഓൾസോ ട്രസ്റ്റഡ്. ആ ട്രസ്റ്റ് എന്നുള്ള വാക്ക് ഇവിടുന്ന് മാറ്റി വിശ്വാസം എന്ന് മലയാളത്തിലാക്കിയിരിക്കുക. ആ വിശ്വാസം മാത്രം പോരാ, ശരിക്കും അതൊരു ട്രസ്റ്റാണ്. അതിൽ വിശ്വസിക്കുമ്പോൾ ആഴമായ ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം നമുക്ക് വന്നു കഴിയുമ്പോൾ തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ഇതൊക്കെ എഴുതി എന്തൊക്കെയോ ചേർത്ത് ചില വാചകങ്ങളൊക്കെ വലിയ കട്ടിയുള്ള വാചകങ്ങളൊക്കെ ചേർത്തിട്ട് സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാകാത്ത രീതിയിൽ ആക്കിയിരിക്കുക. ഇതിനെയൊക്കെ ഒത്തിരി സിംപ്ലിഫൈ ചെയ്ത് എഴുതേണ്ട വാക്യങ്ങളായിരുന്നു. വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. വിച്ച് ഈസ് ദ earnest of our inheritance until the redemption of the purchased possession unto the praise of his glory. ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ
നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിവൃത്തിയായിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ, ദ മൊമെന്റ് യു ട്രസ്റ്റ് ഇൻ ദാറ്റ്, അതിലെ വിശ്വാസത്താൽ നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുക, നാം രക്ഷിക്കപ്പെടുക. നമ്മളെ എന്നേക്കുമായിട്ട്, അതായത് വീണ്ടെടുപ്പിന് നാൾ വരെ 4-ാമത്തെ അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, 4-ാമത്തെ അധ്യായം എഫേസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതായത് ഇവിടുന്ന് റിഡീംഡ്, എന്താ പറയുന്നത്, റാപ്ചേർഡ് ആയിട്ട് നമ്മൾ പോകുന്ന നാൾ വരെ നമ്മളെ മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുക. അതിനായിട്ടല്ലോ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് തന്നിരിക്കുക. ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വേറൊരു അഷുറൻസ് ഇനി നിങ്ങൾക്ക് ലോകത്തിൽ തരാനില്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട്, അച്ചാരം എന്ന് പറയുന്നത് അഡ്വാൻസ് ആണ്, പരിശുദ്ധാത്മാവിനെ ആചാരമായിട്ട് തന്നിട്ട് ഈ വിഷയം ഉറപ്പിച്ചിരിക്കുക. ഇതാ നമ്മുടെ രക്ഷയുടെ സുവിശേഷം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിയാൽ നേടുന്ന കാര്യമല്ല. ഈ റോമാലേഖനത്തിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ അതിന്റെ ഒത്തിരി ഡീറ്റെയിൽസ് നമുക്ക് കാണാം. 8-ാം അധ്യായം 1-ാം വാക്യം, 5-ാം അധ്യായം 1-ാം വാക്യം, ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾക്ക് ആ ഭാഗം, ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മടങ്ങി വരാം, റോമാലേഖനത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അതിന്റെ 1-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. അതിന്റെ 18-ാമത്തെ വാക്യത്തിലാണ്, 18-ാമത്തെ വാക്യമായിരുന്നു നമ്മൾ വായിച്ചു തുടങ്ങിയത്. 17-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുകയാണ്, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഈ വാക്യത്തെയാണ് ഞാൻ സ്ട്രെസ് ചെയ്ത്, വിശ്വാസത്താലാണ് നാം ഇന്ന് രക്ഷിക്കപ്പെടുന്നത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കിയിരിക്കുകയാണ്. നാം രക്ഷിക്കപ്പെടുന്നത് എന്തിലാണെന്ന് ആണ് ഞാൻ ആ വാക്യത്തെ ആധാരമാക്കി. കാര്യം റോമാലേഖനത്തിന്റെ കീ വേഴ്സസ് എന്ന് പറയുന്ന ഒരു വാക്യമായത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് ഇതിന്റെ ഒരു ഈ ഒരു പുസ്തകത്തിന്റെ തന്നെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര സമയം അവിടെ നിന്നത്. ഇനിയും നിങ്ങളെ ആരും ഈ ഒരു വിഷയത്തിൽ തെറ്റിക്കുന്നതിന് ഇടയായി തീരില്ല. രക്ഷപ്പെടുന്നത് കർത്താവിന്റെ കാൽവറിയിലെ യാഗത്തിലെ വിശ്വാസത്താൽ, വേറെ ഒന്നിനുമല്ല. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം, 18-ാം അധ്യായത്തിലേക്ക് വരാം. 18 മുതൽ മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഇവിടെ ആ വാക്യം ഞാൻ 25 വരെ ഒന്ന് വായിക്കാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അടുത്ത വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ഇവിടെ നാം വായിക്കുന്നത് ജാതികളുടെ അധപതനമാണ്. ജാതികൾ ദൈവത്തിൽ നിന്ന് വീണുപോയ കാര്യത്തെ പൗലോസ് അപ്പോസ്തലൻ അതിന്റെ പ്രാരംഭ ഭാഗത്തിൽ പറയുക. ഇവിടെ ജാതികളും യഹൂദനും ഒരുപോലെ പാപത്തിൽ വീണുപോയിരിക്കുന്നു. അവർക്ക് ദൈവശിക്ഷയ്ക്ക് അവർ യോഗ്യരാണ് എന്ന് പറയുക. അതായത് ജാതീയ ലോകം പാപികളും ദൈവം മുമ്പാകെ അവർ ശിക്ഷാർഹരുമാണ്. അതാണ് 18-ാമത്തെ വാക്യം മുതൽ 32 വരെ പറയുന്നത്. അടുത്ത അധ്യായവും 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വരെയും ദൈവകോപത്തിന് വിധേയരായി തീർന്ന യഹൂദന്മാരും യഹൂദ ലോകം മുഴുവനും പാപികളും ദൈവം മുമ്പാകെ അവരും ശിക്ഷാർഹരും ആണ് എന്ന് പറയുക. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ജാതികൾ പാപികളാണ്. കാര്യം അവർ ദൈവത്തിന്റെ വിളിയിൽ നിന്നും പദ്ധതിയിൽ നിന്നും വീണുപോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം ദൈവത്തിന്റെ നീതി എന്നതാണ് എന്ന് ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ വിട്ടുപോകരുത്. ആദ്യ അധ്യായങ്ങളിൽ മനുഷ്യരുടെ അനീതിയും അതിനെതിരെ വെളിപ്പെടുന്ന ദൈവക്രോധവും നമുക്ക് കാണാൻ കഴിയും. അതാ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ച ആ ഭാഗം. സകല മനുഷ്യരിലും ആ ഒരു പാപം നിലവിലിരുന്നു.
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അതിൽ യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാത്ത നിലയിൽ എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നു. എന്നാൽ ആദ്യത്തെ അധ്യായത്തിൽ പോള് ജാതികൾക്ക് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ചും പാപത്താൽ അവർക്ക് സംഭവിച്ച സമ്പൂർണ്ണ അധപതനത്തെ കുറിച്ചുമാണ് പരാമർശിക്കുന്നത്. ഞാനിപ്പോ വായിച്ച് കേൾപ്പിച്ച ഭാഗം ജാതികൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എങ്ങനെ വീണു പോയിരിക്കുന്നു എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. 18 മുതൽ 32 വരെയുള്ള ഭാഗത്ത് അധികം കാര്യങ്ങൾ അവിടെ പറയുന്നില്ലെങ്കിലും ചില ജനറിക് കാര്യങ്ങൾ പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ അത് അവിടെ വിശദീകരിക്കുക. നമ്മൾ പല ആവർത്തി വായിക്കുമ്പോൾ അതിനെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ജാതീയ ലോകം അത് പാപികളും ദൈവത്തിന്റെ മുൻപാകെ ശിക്ഷാർഹരുമാണ് എന്നവിടെ തെളിയിക്കുക. 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ, അത് ആദ്യം മുതലേ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാ. അതായത് നോഹയ്ക്ക് മുമ്പുള്ള കാലം മുതലേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. അതിന്റെ 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ 6-ാം വാക്യം, 6-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അവിടെ പറയുന്നത് കണ്ടില്ലയോ? അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. പരിശുദ്ധ ആത്മാവ് അവനോട് എന്നും സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. യഹോവ പറയുകയാണ്. ഇത് അബ്രഹാമിനെയൊക്കെ വിളിക്കുന്നതിന് മുൻപാ, നോഹയൊക്കെ വിളിക്കുന്നതിന് മുമ്പാ. അന്ന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. പക്ഷെ എന്നുണ്ടെങ്കിൽ അവർ ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ദൈവം പറയാം, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവർ കൈവിടപ്പെട്ടു പോവുക. അവിടെ മുതലേ കൈവിടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് സഹിക്കാൻ വയ്യാത്തതിന് അപ്പുറത്തെ പാപത്തിലേക്ക് അവർ അകപ്പെട്ടത് കൊണ്ടാണ് ആ നോഹയുടെ കാലത്ത് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് വലിയൊരു ജലപ്രളയം ഉണ്ടാവുകയും അന്നുണ്ടായിരുന്ന ലോകം മുഴുവനും വെള്ളത്താൽ നശിച്ചു പോവുകയും ചെയ്യുന്നത്. ജാതീയ ലോകം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ സ്നേഹിക്കുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാതെ ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും അവരോട് എല്ലായ്പ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് ദൈവം പറയുക. അങ്ങനെ അവരെ കൈവിട്ട് കളയുക. ഇവിടെ നമുക്ക് കാണാം, ദൈവം ഈ ജനത്തെ കൈവിടുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവമെന്ന് അറിഞ്ഞും മഹത്വീകരിക്കുകയോ ദൈവത്തെ നന്ദി കാണിക്കുകയോ ആരാധിക്കുകയോ ചെയ്തില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള അനേകം ഓപ്ഷൻസ് ദൈവം അവർക്ക് കാണിച്ചു കൊടുത്തു. കാര്യം അന്നിങ്ങനെ വാക്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കൽപ്പനകളോ പ്രമാണങ്ങളോ ഒന്നും കൊടുത്തിരുന്നില്ല എന്നുള്ളത് ശരിയാ. പക്ഷെ എന്നുണ്ടെങ്കിൽ പ്രകൃതിയിൽ തന്നെ അവർക്ക് ദൈവത്തെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ദൈവം അതിനെ ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ആകാശം. സങ്കീർത്തനം 19-ന്റെ 1, 2, 3 വായിക്കാം. അവിടെ പറയാം, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. വെളിയിലൊന്ന് ഇറങ്ങി നിന്ന് ബൈബിളോ തനാക്കോ ഒന്നും കയ്യിലില്ലെങ്കിലും വെളിയിലൊന്ന് ഇറങ്ങി നിന്നും മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണെന്നുള്ളത്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. എത്ര ഗംഭീരമായിട്ടും എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. പകൽ മാറി രാത്രി ആവുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ആകാശമണ്ഡലങ്ങൾ നക്ഷത്രങ്ങളെ കൊണ്ട് നിറയുന്നതും ഇത് കാണുമ്പോൾ തന്നെ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നു. അന്ന് കാലത്തെ മനുഷ്യന് അത് തന്നെ ധാരാളമായിരുന്നു, അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമായിരുന്നു ദൈവം ഉണ്ട് എന്നുള്ളത്. ദൈവത്തെ ഓർത്ത് മഹത്വീകരിക്കുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്യുവാനായിട്ട് അവരെ താല്പര്യം കാണിച്ചില്ല. ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. എഫേസ്യ ലേഖനത്തിൽ നിന്നൊരു വാക്യം കാണിക്കാം, 4-ാം അധ്യായം അതിന്റെ 17, 18 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17, 18 അവിടെ പറയണം, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവര് വ്യർത്ഥമായി പോയി. ജാതികൾ എന്നിവിടെ പറയുന്നത് അന്നേ നമ്മൾ കൈവിടപ്പെട്ടു പോയതാ. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയ കാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോട് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ജാതികളെ കുറിച്ചായി പറയുന്നത്. ഇതാണ് നമ്മള്, ഈ കൂട്ടരാണ് നമ്മള്. നമ്മുടെ പിതാക്കന്മാരൊക്കെ എങ്ങനെ തെറ്റിപ്പോയി എന്ന് പറയുക. അതുകൊണ്ട് ഈ ജാതികളെ നോക്കിയിട്ടാ ഈ 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഈ പറയുന്നത് അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും
വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. ഇവിടെ ഈ പറഞ്ഞു വരുന്നതിന്റെ എല്ലാം താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതീയ ജനം ദൈവത്തിൽ നിന്ന് അമ്പേ പരാജയപ്പെട്ട് അകന്നു പോയവരാ. ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തെയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യാതെ അവർക്ക് വേണ്ടി ദൈവം ഒരു നിയമവും കൊടുത്തിട്ടില്ല, ഒരു വാഗ്ദത്വവും കൊടുത്തിട്ടില്ല. ഒരു വാഗ്ദത്ത പദ്ധതിയും നോക്കിയല്ല അവർ പോകുന്നത്. ഒരു വാഗ്ദത്ത മശിഹായെയും അവർക്ക് അയക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടും, നല്ല ഒരു 6 അടി നീളത്തിലൊരു കുഴി വെട്ടും, അതിൽ അവരെ കുഴിച്ചിടും, അത്രേ ഉള്ളൂ. ന്യായവിധി നാളിൽ എടുത്ത് നിത്യ നരകത്തിലേക്ക് കളയും. അവരുടെ ന്യായവിസ്താരം എന്താണെന്ന് പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെ തെറ്റിപ്പോയ ജനമാണ്. അവര് നിത്യ നരകത്തിനും ശിക്ഷയ്ക്കും ദൈവ മുമ്പാകെ ശിക്ഷാർഹരുമാണ് എന്ന് ഈ വാക്യങ്ങളിൽ കൂടി നമ്മളെ കാണിക്കുക. അത് അന്ന് മാത്രമല്ല, ഇന്നും അവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. വലിയ റിഫോർമേഷൻ ഉണ്ടായി, മാർട്ടിൻ ലൂതർ വന്നു, അല്ലെന്നുണ്ടെ കാൽവിൻ വന്നു, വലിയ റിഫോർമേഷൻ ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഗ്രേറ്റ് അവേക്കനിങ് ഉണ്ടായി, ജോൺ വെസ്ലിയുടെ കാലത്തുണ്ടായി, ജോർജ് വൈറ്റ്ഫീൽഡ് അവരുടെ കാലത്ത് വലിയ അവേക്കനിങ് ഒക്കെ ഉണ്ടായി, ആത്മീക ഉണർവുണ്ടായി എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതെല്ലാം താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ള ഉണർവുകളാണ്. ഇതിലൊന്നും ഒരു അടിസ്ഥാനപരമായ ഒരു മാറ്റം ഒരിടത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ദൈവം ജാതികളെ കൈവിട്ട് കളഞ്ഞു. അടുത്ത വാക്യങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. റോമാലേഖനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. 24-ാമത്തെ വാക്യം പറഞ്ഞു കണ്ടില്ലയോ? 24-ാമത്തെ വാക്യം, 26-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം. ഈ 3 വാക്യങ്ങളിലും പറയുകയാണ് ദൈവം അതുകൊണ്ട് അവരെ കൈവിട്ട് കളഞ്ഞു. 24-ൽ പറയാം, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചു കൊടുത്തു, ദൈവം കൈവിട്ട് കളഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ ആരാധിക്കുകയോ ചെയ്തില്ല. ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ദൈവമാണ് ഇതിന്റെ പിന്നിലെന്നും ദൈവമാണ് എൻ്റെ സൃഷ്ടാവെന്ന് അറിഞ്ഞിട്ടും അതിന് താല്പര്യം കാണിച്ചില്ല. അവര് ദൈവത്തെ വിട്ടുമാറിപ്പോയത് കാരണം തമ്മിൽ അപമാനിക്കേണ്ടതിന് സ്വന്തം ശരീരങ്ങളെ, അവനവന്റെ ശരീരത്തെ അപമാനിക്കാൻ സ്വവർഗ ഭോഗത്തിന് ദൈവം വിട്ടുകൊടുത്തു. എൻ്റെ ശരീരത്തെ ഞാൻ അപമാനിക്കുന്നത്, എൻ്റെ ശരീരത്തോട് ഞാൻ അത്ര വൃത്തിഹീനത, അത്ര ഹീനമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ചെയ്യാൻ ദൈവം സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 26-ാമത്തെ വാക്യം കണ്ടോ? അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. ആണിനെയും പെണ്ണിനെയും എല്ലാം ദൈവം അതുപോലെ വിട്ടുകളഞ്ഞു. അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ആര്? ദൈവം ഏൽപ്പിച്ചു. എന്തിന്? അവര് ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടും ദൈവത്തിനെതിരെ തിരിഞ്ഞത് കൊണ്ടും. അതിന് മുന്നുള്ള വാക്യങ്ങൾ നമ്മൾ അതാ വായിച്ചത്. 28-ാമത്തെ വാക്യം കണ്ടോ? അവിടെ പറയാ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. 3 ദൈവം ഏൽപ്പിച്ചു എന്ന് പറയുക. 24, 26, 28 വാക്യങ്ങളിൽ. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം യഹൂദനെ കുറിച്ചല്ല പറയുന്നത്, ജാതികളെ കുറിച്ചാണ്. നമ്മളെ എങ്ങനെ വീണുപോയി, എങ്ങനെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. ഇവിടെ ഒരു ഡച്ച് തിയോളജിയൻ ഉണ്ട്, ഗ്രോഷ്യസ് എന്ന് പറയുന്ന ഒരു ഡച്ച് തിയോളജിയൻ. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അവരുടെ ശരീരങ്ങളെ അശുദ്ധിക്ക് ഏൽപ്പിച്ചു, ദൈവം അവരുടെ ദേഹിയെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, ദൈവം അവരുടെ ആത്മാവിനെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അതായത് ദേഹം, ദേഹി, ആത്മാവ്, ഇതിനെ 3നെയും ദൈവം വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ അവരെ തെറ്റിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് പറയുക. ത്രിയേക ദൈവത്തെ ദേഹം, ദേഹി, ആത്മാവ് കൊണ്ട് മഹത്വപ്പെടുത്താത്തതിന്റെ ഫലമായി ദൈവം അവരെ മുഴുവനായിട്ട് വിട്ടുകളഞ്ഞു എന്ന് ഈ തിയോളജിയൻ സമർത്ഥിക്കുക. അവർ ദൈവത്തെ കൈവിട്ടതുകൊണ്ട് ദൈവം അവർക്ക് ദിവ്യ നിയമങ്ങളൊന്നും കൊടുത്തില്ല, പ്രവാചകന്മാരെ അയച്ചു കൊടുത്തില്ല. അവരുടെ തത്വജ്ഞാനികൾ വിഡ്ഢിത്തത്തിൽ മുഴുകുവാൻ അനുവദിച്ചുകൊണ്ട് ദൈവം അവരെ കൈവിട്ട് കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ മാനിക്കാത്തതിനൊത്തവണ്ണം അവർ അന്യോന്യം അപമാനിക്കാനും ഇഷ്ടം പോലെ ജീവിച്ച് നികൃഷ്ടമായത് ചെയ്യുവാനും ദൈവം അവരെ അനുവദിച്ചു. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ജാതികളെ ദൈവം എങ്ങനെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകല മനുഷ്യരും പാപികളാണെന്ന് തെളിയിക്കുക.
അതിൽ ആദ്യത്തെ ഭാഗം, ഈ ആദ്യത്തെ ഒരു അധ്യായത്തിൽ ജാതികൾ കൊടും പാപത്തിലായിരിക്കുന്നു. അവർ ആദ്യം മുതലേ സാത്താന്റെ സന്തതികളായി മാറിയിരിക്കുന്നു. ദൈവം അവരെ ആദ്യം മുതലേ വിട്ടുകളഞ്ഞിരിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നോക്കിയിട്ടും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി 6 പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് സദാകാലവും അവരോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് വിട്ടുകളയുക. അതിന്റെ സന്തതി പരമ്പരകളാണ് ഈ ജാതികൾ, അല്ലെങ്കിൽ വിജാതീയരായ ഞാനും നിങ്ങളും. നമുക്ക് വേണ്ടി എന്തോ അയച്ചിരുന്നു, നമുക്ക് വേണ്ടി ദൈവം കൽപ്പനകളും പ്രമാണങ്ങളും തന്നിരുന്നു, മശീഹായെ അയച്ചു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം അങ്ങനെ ഒന്നും നമ്മളെ അയച്ചു തന്നിട്ടില്ല. നമ്മളെ വിട്ട് കളഞ്ഞിരുന്നവരാണ്. നമ്മൾ പാപത്തിന് അടിമത്തത്തിൽ ആയിരുന്നവരാണ്. അവിടെ നിന്നും നമ്മളെ രക്ഷിക്കാൻ ഉലകത്തിലെ ഒരു സംഗതിക്കും കഴിയത്തില്ല. അവിടെയാണ് കർത്താവ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി അതിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു സ്വർഗീയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരികയാണ്. അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ എങ്ങനെ ജാതികൾ പാപികളായി തീർന്നു എന്ന് പറയുക. അവരങ്ങനെ പാപികളായി തീരുവാനുള്ള 7 പടികൾ കൂടെ പറഞ്ഞ് ആ അധ്യായം അവസാനിക്കുക. അവിടെ പറയുന്നത്, ദൈവത്തെ അവർ ദൈവമായി ബഹുമാനിച്ചില്ല. 2, അവരുടെ നന്ദികേട് എന്ന് പറയുന്നത്, അവരെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ ദൈവം അവരെ പരിപാലിക്കുന്നത് അവർക്കറിയാം. ചാപിള്ളയായി ഉദരത്തിൽ വെച്ച് തന്നെ ചാപിള്ളയായി പോകാം. എന്നാൽ ദൈവത്തിന്റെ ആ ഒരു കരുതലും പരിപാലനവും കാരണമാണ് അവർ ജീവനോട് ഇരിക്കുന്നതെന്ന് അവർക്ക് അറിയാമായിട്ട് തന്നെ അവർ അതിന് നന്ദി കാണിക്കാതെ, വിവേകമില്ലായ്മ, വിഗ്രഹാരാധനയിലേക്ക് പോയി, അശുദ്ധിയിലും അസാൻമാർഗീയതയിലേക്കും പോയി, വഴക്കമില്ലാത്തവരായി മത്സര ബുദ്ധികളായി തീർന്നു. ഈ 7 കാരണങ്ങൾ കാരണമാണ് അവര് ദൈവത്തിൽ നകന്നു പോകുവാനായിട്ട് ഇടയായത് എന്നിവിടെ പറയുകയാണ്. 24-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അവിടെ 24-ാമത്തെ വാക്യത്തിൽ പറയാം, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. ഇക്കാരണത്താലാണ് ദൈവം അവരെ വിട്ടുകളയുന്നത്. ഇങ്ങനെ അവർ പാപത്തിന് അടിമകളാണെന്നും ആ ലോകം പാപികളും ദൈവത്തിന്റെ മുമ്പാകെ ശിക്ഷാർഹരുമാണ് എന്ന് ലോകത്തിന് മുമ്പിൽ ഒരു നീതിന്യായ കോടതിയുടെ മുമ്പിൽ സമർത്ഥിക്കുക. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 2-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് കാണാൻ പോകുന്ന യഹൂദനെ എടുക്കുക. യഹൂദനും ഇതുപോലെ പാപികളാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ സമർത്ഥിക്കുക. എല്ലാവരും ഒരുപോലെ പാപത്തിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നു, വീണുപോയിരിക്കുന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞ് സമർത്ഥിച്ചതിന് ശേഷം ഈ ലോകത്തിന് എങ്ങനെ നീതീകരണം കൊണ്ടുവരാൻ കഴിയും, ഒരു മനുഷ്യന് എങ്ങനെ നീതീകരണം പ്രാപിക്കും എന്ന് അടുത്ത അധ്യായങ്ങളിൽ പറയുവാനായിട്ട് അതിന്റെ സ്റ്റേജ് സെറ്റ് ചെയ്യുകയാണ്. 1-ാമത്തെ അധ്യായം നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായി. ഇതിലൂടെ ഈ കാര്യങ്ങൾ ഉറയ്ക്കുവാനും മനസ്സിലാകുവാനും ദൈവം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ദിവസം 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കും. കൂടുതലായിട്ട് ഈ കാര്യങ്ങളെ പഠിക്കുവാനും അടിയുറച്ച ഒരു ക്രിസ്തീയ വിശ്വാസിയായി തീരുവാൻ ഇതിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.